ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചു മാക്സിനൊക്കെ ഇത്രയും വലിയ റേറ്റിനൊക്കെ ഡ്രസ്സ് എടുക്കാതെ കുറഞ്ഞ പൈസയ്ക്ക് എവിടെ കിട്ടും നല്ല ഡ്രസ്സുകളെന്ന്. അപ്പോൾ ഞാൻ UAE വന്നിട്ട് ഇപ്പോൾ 3 വർഷമായിട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ, സ്ഥിരമൊന്നും അറിയത്തില്ല, ഇടയ്ക്കൊക്കെ വന്നിട്ട് മേടിക്കാറുള്ളൊരു ഷോപ്പാണിത്. കാര്യം ഇവിടുത്തെ ഓൾമോസ്റ്റ് വീഡിയോസൊക്കെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരാറുണ്ട്. കാര്യം ഇവിടെ ഒരിടത്തിന് ഒരുപാട് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ കോസ്മെറ്റിക് ഐറ്റംസും ഹോം അപ്ലയൻസസും എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഈ താഴത്തെ ഫ്ലോറിലാണ് കേട്ടോ അതെല്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വെറുതെ സമയം കളയുന്നില്ല. അപ്പോൾ ഞാനൊരു 20 ദിർഹത്തിൻ്റെ ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് മുകളിൽ സെഷനിലാണ് നമ്മുടെ ഡ്രസ്സെല്ലാം, അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് നൈറ്റ് ഡ്രസ്സിൻ്റെ സെഷനിലാണ്. അപ്പോൾ അവിടെയും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ട്. 20 ദിർഹത്ത് 10 ദിർഹത്തിനൊക്കെയുള്ള നല്ല അടിപൊളി ബെന്യൻ ടൈപ്പും ഉണ്ട്, കോട്ടൺ ടൈപ്പും ഉണ്ട് കേട്ടോ. പിന്നെ എന്താ സിന്തറ്റിക് മോഡലുണ്ടല്ലോ, ആ ഒരു ടൈപ്പും ഉണ്ട്. പിന്നെ ചപ്പൽസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ, അതിൻ്റെ ഒന്നും ക്വാളിറ്റി എനിക്കറിയില്ല. പക്ഷേ ഈ ബ്ലാക്ക് കളർ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതെടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ട്. പക്ഷേ 19 ദിർഹംസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കിതിൻ്റെ ഉടുപ്പ് തരുമോ എന്ന് ഞാൻ ചോദിച്ചു. കാര്യം പാൻറ്റ് എനിക്ക് ആവശ്യമില്ല, എനിക്ക് പാൻറ്റ് അങ്ങനെ ഒരേ കളർ തന്നെ ഇടുന്നതിന് താല്പര്യമില്ല. അപ്പോൾ അതെടുത്ത് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് നോക്കിയിട്ട് കൊള്ളാവുന്നത് നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുട്ടികളുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ വീട്ടിടാനുള്ള ഡ്രസ്സുകൾ, പിന്നെ പുറത്തിടാൻ പറ്റുന്ന ഒരുപാട് ഉടുപ്പുകളൊക്കെ ഉണ്ട്. 10 ദിർഹംസ്, 4 ദിർഹംസ്, 5 ദിർഹംസ്, ആ ഒരു റേറ്റിലാണ് കേട്ടോ. കുഴപ്പമില്ല. ഫ്രോക്കുകളും എല്ലാം ഉണ്ട്. ഈ ഒരു ഫ്രോക്കിന് ഇപ്പോൾ 10 ദിർഹംസിൻ്റെ ആയിരുന്നു. അപ്പം ഇവരിടയ്ക്ക് ഈ ഓഫേഴ്സ് ഇടുന്ന സമയത്താണെങ്കിൽ നമുക്ക് 4 ദിർഹത്തിനും 3 ദിർഹത്തിനൊക്കെ ഒരുപാട് കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ കിട്ടും. അപ്പോൾ അത് ഈ ഒരു പാൻറ്റ് കണ്ടോ, ഇത് 7 ദിർഹംസേ ഉള്ളൂ. പക്ഷെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഒരു വട്ടം ഇവിടെ നിന്നൊരു പാൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ലാസ്റ്റ് ചെയ്ത് കേട്ടോ. സോ ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പം കുറേ ഡ്രസ്സുകൾ നോക്കുന്നത് കൂട്ടത്തിൽ ജീൻസിൻ്റെ ടോപ്പുകളാണ് ഞാൻ തപ്പുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് പക്ഷേ ഞാൻ ഔട്ട് ഓഫ് ഫാഷനായി. കാര്യം എനിക്ക് ഇതൊക്കെ നേരത്തെ ഉള്ളതായിരുന്നു. പക്ഷേ 20 ദിർഹംസ്, 20 ദിർഹത്തിനൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ജീൻസിൻ്റെ ഷർട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അതൊക്കെ 10 ദിർഹത്തിനൊക്കെ നല്ല അടിപൊളിയുണ്ട്. ജീൻസിൻ്റെ ഷർട്ട്, അകത്തൊരു വൈറ്റ് കളർ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് മുകളിൽ വെയർ ചെയ്യാനൊക്കെ സൂപ്പറായിരിക്കും. അപ്പം ആ ഒരു ടൈപ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഷർട്ട് ടൈപ്പൊക്കെ കിടില ഐറ്റംസൊക്കെ ഉണ്ട്. ഷർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ സ്കേർട്ടാണെന്നുണ്ടെങ്കിൽ സ്കേർട്ട് 5 ദിർഹംസ്, 6 ദിർഹംസ്, 7 ദിർഹംസിനൊക്കെയാണ് അടിപൊളി സ്കേർട്ടുള്ളത്. പിന്നെ നമ്മുടെ ലൂസായിട്ട് എടുക്കുന്ന പാൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ 5 ദിർഹംസ്, 6 ദിർഹംസ്, 7 ദിർഹംസ്, ആ ഒരു റേറ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് 7 ദിർഹംസിൻ്റെ ആണ്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. എനിക്കല്ലെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് എത്ര കണ്ടാലും ഞാൻ എടുക്കും, ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണത്. അപ്പോൾ അതും ഞാനടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഏതാണ് ആപ്റ്റായിട്ടുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ്ലെസ് എന്തോ ആണ്, സ്ലീവ്ലെസ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു മീഡിയം സ്മാള് മാത്രമേ ഉള്ളൂ, ലാർജ് ഇല്ലായിരുന്നു. കാര്യം എനിക്ക് ഇച്ചിരി ലൂസായിട്ട് എടുക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഇത് നമുക്ക് സ്ട്രഗിൻ്റെ കൂടെ വെയർ ചെയ്യാനായിട്ടൊക്കെ സൂപ്പറായിരിക്കും. അങ്ങനെ എനിക്കൊന്ന് ഈ മീഡിയം സ്മാള് ആ സൈസുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പം ഈ ലാർജൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടെ കളക്ഷൻസ് കുറവ്. എന്നിട്ട് കോട്ടൺ, പ്യുവർ കോട്ടൺ വേണമെങ്കിൽ പ്യുവർ കോട്ടൻ്റെ നോർമൽ ആയിട്ടുള്ള കുർത്തീസും ഉണ്ട്. അതും ഒരു 5 ദിർഹംസ്, 6 ദിർഹംസ്, 7 ദിർഹംസ്, ആ ഒരു റേറ്റിലാണ് കേട്ടോ. 10 ദിർഹംസിനൊക്കെ അത്യാവശ്യം നല്ല ഉടുപ്പുകളാണുള്ളത്. അപ്പം നമ്മളിങ്ങനെ സെർച്ച് ചെയ്യണം. ഇങ്ങനെ ഓൾമോസ്റ്റ് ഇവരിങ്ങനെ അടുക്കി ഇട്ടേക്കുന്നുണ്ട്, നമ്മളിങ്ങനെ തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ കുറേ നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ നോക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ കയ്യിൽ വെച്ചേക്കും കേട്ടോ. ഇതെല്ലാം ഒന്നും എടുക്കുന്നില്ല, 20 ദിർഹംസ് അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്, അതേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഏകദേശം അവിടെ മൊത്തം കറങ്ങി. പിന്നെ ഈ ഒരു സെഷനിൽ വന്നപ്പോഴത്തേന് കുറച്ച് പാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ചെക്ക് ടൈപ്പും. പക്ഷെ ടൈറ്റായിട്ടിരിക്കുന്ന പാൻസാണ്. പിന്നെ സ്മാൾ ടൈപ്പ് കുറച്ച് സ്ലീവ്ലെസ്സിൻ്റെ ഡ്രസ്സുകളൊക്കെ, മീൻസ് ജീൻസിന് ഇടാൻ പറ്റിയിട്ട് കുറച്ച് ടോപ്പുകളുണ്ടായിരുന്നു, അതും കൂടെ നോക്കി. പിന്നെ അതുണ്ട്, ഈ പാൻറ്റൊക്കെ ഉണ്ടോ, ഇത്രയും റേറ്റേ വരുന്നുള്ളൂ. പക്ഷേ അടിപൊളി സാധനം കേട്ടോ, നല്ല അടിപൊളി തുണിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് എടുത്ത് വെച്ചു. പിന്നെ സ്റ്റിച്ചിങ് അത്ര അങ്ങോട്ട് പോരാ, എന്നാലും കാണാൻ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് 6 ദിർഹംസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 6 ദിർഹത്തിന് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനതെടുത്ത് കൈ വെച്ചു. അതിൻ്റെ ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ പിന്നെ അതെടുത്ത് കയ്യിൽ വെച്ചു. പിന്നെ ചപ്പൽ സെഷനിൽ ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയെന്നുള്ളൂ, മേടിക്കുന്നൊന്നുമില്ല. കുറേ നല്ല രസമുള്ള കുറേ ചെരുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ച് നോക്കിയതാണ്. കാര്യം അത്യാവശ്യമൊക്കെ പുറത്തോട്ടൊക്കെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പൊക്കെ ഉണ്ടല്ലോ. എൻ്റെ കാലിൽ ഇപ്പോൾ കിടക്കുന്നതും 10-15 ദിർഹത്തിനും കണ്ട് മേടിച്ച് ചെരുപ്പായിരുന്നു. പിന്നെ ഇത് ഏകദേശം
കഴിഞ്ഞു. ഇനിയിപ്പോൾ സമയം കുറേ ലേറ്റായി കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇതാണ് ഞാൻ ഫസ്റ്റ് 6 ദിർഹത്തിന് എടുത്തൊരു ടോപ്പ്. പിന്നെ അതും അത്യാവശ്യം കുഴപ്പമില്ല, ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് ഞാൻ ഇതെടുത്ത് ഇതാണ് കേട്ടോ. രണ്ടാമതല്ല, ഇതാണ് ഞാൻ ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇതാണ് അതായത് 7 ദിർഹത്തിൻ്റെ പാൻറ്റും 10 ദിർഹത്തിൻ്റെ ടോപ്പും. അപ്പോൾ എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം പോട്ടെ, ടാറ്റാ.